ഗുരുനാഥൻ്റെയും ആചാര്യപത്നി ചേച്ചിയുടെയും പാദങ്ങളിൽ ദീർഘ നമസ്കാരം ചെയ്തുകൊണ്ട് ഇന്നത്തെ കാര്യപരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കാശ്യപാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വൈദിക പുസ്തക പ്രദർശനവും അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറുകളും അതാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ആരോഗ്യം എന്ന വിഷയത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ച ഒരു സെമിനാർ ഈ പുസ്തക പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. നമുക്കിന്ന് ഈ വേദിയിൽ കാശ്യപാശ്രമത്തിൻ്റെ കുലപതിയായ ഗുരുനാഥനായിട്ടുള്ള ആചാര്യൻ്റെ മഹൽ സാന്നിധ്യമുണ്ട്, ആചാര്യപത്നിയുടെ മഹൽ സാന്നിധ്യമുണ്ട്. അവരെ ഈ വേദിയിലേക്ക്, ഈ സെമിനാറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കാലിക പ്രസക്തിയുള്ള ഈ വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച സെമിനാർ എന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് കാശ്യപാശ്രമത്തിൻ്റെ എന്നത്തെയും അതിൻ്റെ വളർച്ചയ്ക്ക് ഉത്തരോത്തരം നമ്മെ സഹായിച്ചുകൊണ്ട്, അതിന് ബന്ധുവായി നിന്നുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹനം നൽകുന്ന ബഹുമാന്യനായ ആദരണീയനായ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ ശ്രീ വീരേന്ദ്രകുമാർ സാർ അവർകളാണ്. അദ്ദേഹത്തെ കാശ്യപാശ്രമത്തിൻ്റെ പേരിൽ സഹർഷം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് കാശ്യപാശ്രമത്തിൻ്റെ കുലപതിയായ ആചാര്യ MR അവരുടെ ശിഷ്യ പരമ്പരയിലെ പ്രധാനപ്പെട്ട ഒരാളായ ബാബുരാജേട്ടനാണ്. ബാബുരാജേട്ടനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൻ്റെ മുഖ്യ വിഷയം ആരോഗ്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ബിമൽ കുമാറാണ്. വൈദ്യരത്നം ഔഷധശാലയിലെ ഡോക്ടറായിട്ടുള്ള അദ്ദേഹം ആയുർവേദ രംഗത്ത് പലതരത്തിലുള്ള പ്രഭാഷണങ്ങളും അന്വേഷണാത്മക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും കാശ്യപാശ്രമത്തിൻ്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള മഹാത്മാക്കളായ ആളുകൾ, നാട്ടുകാർ, കാശ്യപാശ്രമത്തിൻ്റെ ബന്ധുക്കൾ എല്ലാവരെയും പ്രത്യേകം ഈ സെമിനാറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ബാബുരാജേട്ടനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഓം ഗുരുഭ്യോ നമഃ. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജിഹ്വയായ ഹിരണ്യമ മാസികയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസമായി നടത്തപ്പെടുന്ന പുസ്തക പ്രദർശനവും വിൽപ്പനയും കൂടാതെ ഷോഡശക്രിയ തുടങ്ങി ഉള്ള കാര്യങ്ങളുടെ പ്രദർശനത്തിൻ്റെയും ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു വിശദമായ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കൂടാതെ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ വീരേന്ദ്രകുമാർ അവർക്ക് കാശ്യപാശ്രമത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആദരവും കൊണ്ടാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയത്. കാരണം ഇന്ന് അദ്ദേഹത്തിന് അത്രമാത്രം തിരക്കുള്ളൊരു ദിവസമാണെന്നാണ് ഞങ്ങൾ ആദ്യമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ മിനിറ്റും നമ്മൾക്ക് വിലപ്പെട്ടതാണ്. ആയതിനാൽ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ MP വീരേന്ദ്രകുമാർ അവരെ ഞാൻ സ്വാഗതം.
ദീപപ്രജ്വലനം നടത്തി ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ സാറിൻ്റെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കാനായി നമ്മൾക്ക് കാതോർക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബാബുരാജ്, ആദരണീയനായ ആചാര്യമാൻ രാജേഷ്, ഇന്നിവിടെ വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ ബിമൽ കുമാർ, ചന്ദ്രശേഖരൻ, അനീഷ് കുമാർ, ഇവിടെ ഈ സെമിനാറിന് സന്നിഹിതരായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ദീർഘമായ പ്രഭാഷണം തുടങ്ങുന്നില്ല. ഇവിടെ 3 ദിവസം ശ്രദ്ധേയമായ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. വേദങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും അതിൽ പ്രതിപാദിച്ച വിഷയങ്ങളെ സംബന്ധിച്ചും അതോടനുബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇവിടെ ചർച്ച നടക്കുക. അതിൻ്റെ മുന്നോടിയായിട്ടാണ് എക്സിബിഷനും ഈ ചിത്ര പ്രദർശനവും ഇവിടെ നടക്കുന്നത്. നമ്മുടെ ചിന്തയിൽ ഏതെങ്കിലും ഒന്നിനെ വേർതിരിച്ച് ഒറ്റക്ക് കണ്ട് വിശകലനം ചെയ്യുന്ന സ്വഭാവമില്ല. നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചത് എല്ലാത്തിനെയും സർവസ്വയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിന്തയാണ്. ഈ ലോകം അങ്ങനെയൊക്കെയാണ്. ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി പറയാം. ശാസ്ത്രം വളരെ പുരോഗമിച്ചു. നമ്മൾ പലതും കണ്ടുപിടിച്ചു. ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാക്കി എന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. മനുഷ്യന് വലിയ തലങ്ങളിൽ എത്തിയെന്നാണ് ധരിക്കുന്നത്. പക്ഷേ ആ യാത്രയിൽ മറന്നുപോയവരുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മളെ ജീവിപ്പിക്കുന്ന ഘടകങ്ങളും അതിന് ചുറ്റുപാടും എന്താണ് നമ്മൾ മറന്നുപോയി. നമ്മളുടെ യാത്രയിൽ പലതും നമ്മൾ കാണുമ്പോൾ നമ്മളറിയാതെ ഇല്ലാതാവുന്നത് ഈ ജൈവതലത്തെ നിലനിർത്തുന്ന ഘടകങ്ങളാണ്. അത് ഓരോന്നോരോന്നായി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ആചാര്യ രജേഷുമായൊക്കെ മുമ്പ് സംസാരിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കും. പണ്ടൊക്കെ ആചാര്യന്മാർ വീട്ടിലെ കുറ്റിയടിക്കും, മരം പറ്റും, വെട്ടുമ്പോൾ മന്ത്രം ചൊല്ലും. ഞാൻ നിവൃത്തിയില്ലാതെയാണ് ഇതിനെ പറ്റുന്നത്. ഒരു വീട്ടിലെ വീട്ടിൽ ഈ മരം പോകുമ്പോൾ പലരും രക്ഷയില്ലാണ്ടാവും, പലർക്കുള്ള തണലില്ലാതാവും, പക്ഷിമൃഗാദികൾ, വായു ഇല്ലാതാവും. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക. നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ പലതും ചെയ്യുന്ന നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായു ഇല്ലാതാവാൻ തുടങ്ങി, വെള്ളം ഇല്ലാതാവാൻ തുടങ്ങി. നമ്മളെങ്ങോട്ടാ പോകുന്നത് ആർക്കും അറിയില്ല. വിഭവങ്ങളെല്ലാം തീരാൻ തുടങ്ങി. ജൈവ സമൂഹം എത്ര കാലം നിലനിൽക്കുമെന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രജ്ഞർ പ്രവചിക്കാൻ തുടങ്ങി. നമ്മുടെ സമയത്ത് അനാദികാലം എന്നൊക്കെ പറയും. കാലം അനാദിയായി നിൽക്കുമായിരിക്കാം, പക്ഷെ ജീവൻ അനാദിയായിട്ട് നിൽക്കില്ല. എവിടെയോ വെച്ച് കുറ്റിയറുതി വരുമോ? കാലാവസ്ഥ മാറി, ഋതുക്കൾ മാറി, എല്ലാം മാറി. തന്നാലെ മാറിയതല്ല, നമ്മൾ മാറ്റിയതാണ്. അതിൻ്റെ പിന്നിലൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനക്കാണ്. മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. അവൻ
ഒരു ഋഷിയുമാവാം, രാക്ഷസനുമാവാം. രണ്ട് ഭാവങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട്. ഞാനീടെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി, ഓഷിവിറ്റ്സ് അടക്കമുള്ള ക്യാമ്പുകളിൽ പോയി. മനുഷ്യനെ കുരുതി കൊടുത്ത സ്ഥലങ്ങളാണതൊക്കെ. ആ ചെയ്ത മനുഷ്യന് ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അവരും കാലത്തിൻ്റെ പ്രതികാരത്തിൽ എവിടെയോ ഇല്ലാതായി വരിക. നമ്മൾ കർമ്മമെന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ കാലത്തിന് ഒരു പ്രതികാരമുണ്ട് കൂടി. അങ്ങനെ അവരെല്ലാം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാമ്രാജ്യങ്ങൾ തകരുന്നുണ്ട്. അവിടെല്ലാം നമ്മൾ കണ്ടത് ഏതോ തെറ്ററിയാതെ പോയ മനുഷ്യൻ, അതിൽ അഹങ്കരിച്ച മനുഷ്യൻ, അവനുണ്ടാക്കിയ നാശത്തിൻ്റെ കഥകളാണ്. ഞാനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാലം നമ്മൾ തിരിച്ചു വരും. കാലചക്രാവുമ്പോൾ തിരിച്ചു വരാണ്ട് കഴിയില്ല. അത് ഏതൊക്കെ രൂപത്തിലാണ് വരികയെന്നറിയില്ല. നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ വെള്ളം വേണോ? അവരിനി എങ്ങനെയാ? കുറേ കാലം കഴിഞ്ഞാൽ അത് പറയോ? നമ്മുടെ അച്ഛന്മാർ വെള്ളത്തിൽ കുളിച്ചിരുന്നു, കണ്ടിരുന്നു ഒക്കെ പറയും. അതൊക്കെ കെട്ടുകഥകളായി മാറും. ഞാൻ പണ്ഡിതന്മാരൊന്നും ഉദ്ധരിക്കുന്നില്ല. 1930 നമ്മളെ ഈ കോഴിക്കോടടക്കമുള്ള ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ പട്ടണങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളവും മാലിന്യവും. വേറൊന്നും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടാവില്ല. കുടിവെള്ളം, വെള്ളം എവിടെയുണ്ട്? നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. നമ്മൾ ഋഷികന്മാർ ചിന്തിച്ചത് അങ്ങനെയല്ല. അവർ പ്രകൃതിയിൽ നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എന്ത് ചെയ്യുമ്പോഴും എല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്, പരസ്പര ബോധിതങ്ങളാണ്. മനുഷ്യൻ്റെ ശരീരവും അങ്ങനെയാണ്. ആയുർവേദം അങ്ങനെയാണ്, ആയുസിൻ്റെ വേദമാണ്. ഇപ്പോഴെല്ലാം സ്പെഷ്യലിസ്റ്റാണ്. ആശുപത്രിയിൽ പോയാൽ ലിവർ നോക്കി അവൻ പോകും. അവന് വേറെ ഒന്നും അറിയില്ല. ലിവർ ഈസ് ഓൾ റൈറ്റ്. എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയതാണ്. അവൾ രോഗിയായി പോയി. ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. കിഡ്നി നോക്കുന്ന ആൾ വന്നു, കിഡ്നീസ് ഉണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞു ലിവർ ഈസ് ഓൾ റൈറ്റ്. എല്ലാം ഓൾ റൈറ്റാണ്. അവൾ ഓൾ റൈറ്റ് തന്നെ. ശ്രീനിവാസൻ ഇരിക്കട്ടെ, അറിയുന്ന കഥയാണ്. അവസാനം പറഞ്ഞു, നിങ്ങൾ ദേഹത്ത് കൊണ്ടുപോകാൻ നൽകിയത് രക്ഷപ്പെടില്ല. പക്ഷെ അവളുണ്ടാവുന്നില്ല, കിഡ്നിയൊക്കെ ഉള്ളൂ. അവർക്കതിനെപ്പറ്റി മാത്രമേ അറിയൂ. ഈ കിഡ്നി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലുള്ള അവയവമാണ്. മനുഷ്യൻ്റെ പൂർണ്ണതയിൽ കാണണ്ടേ? അങ്ങനെയുള്ള ചികിത്സ. അതാണ് ആയുർവേദം. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിരലിനെ ചികിത്സിക്കുകയും കണ്ണിനെ ചികിത്സിക്കുകയല്ല, പൂർണ്ണതയെ ചികിത്സിക്കും. മനുഷ്യനെ പൂർണ്ണമായി കാണണ്ടേ? പ്രതിരോധം ഉണ്ടാക്കണ്ടേ? മരിക്കുന്നത് ഉറപ്പാണ്. ചികിത്സ ആയുസ് മാത്രമേ എത്ര കാലം നീണ്ടു നിൽക്കണം എന്നുള്ളതല്ലാതെ മരണത്തിന് ചികിത്സയില്ല. അപ്പം ആയുർവേദത്തെക്കുറിച്ച് വേദങ്ങൾ പറഞ്ഞു. പിന്നീട് കുറേ കാലം കഴിഞ്ഞാൽ 10-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ അതിൻ്റെ റിസർച്ചസ് ഒക്കെ കൊണ്ടുപോയി. മറ്റുള്ള പലരും ശസ്ത്രക്രിയയെ കുറിച്ചൊക്കെ കൂടുതൽ പരീക്ഷണം നടത്തിയപ്പോൾ നമ്മളെവിടെയും അതൊക്കെ നിർത്തിക്കളഞ്ഞു. ശസ്ത്രക്രിയ മുതൽ പലതിനും എല്ലാം തുടക്കം നമ്മുടെ ശാസ്ത്രങ്ങൾ തന്നെയാണ്. അതിനെപ്പറ്റിയൊക്കെ എനിക്കധികം പറയാനറിയില്ല. പക്ഷെ അതെല്ലാം വലിയ വിജ്ഞാനത്തിൻ്റെ സങ്കേതങ്ങളാണ്. പഴയതായതുകൊണ്ടൊന്നും ഇല്ലാതായിട്ടില്ല. അത് പഴയതല്ല, പുതിയതാണ്. ഏതൊന്ന് സത്യമാണോ, ഏതൊന്ന് കാലത്ത് അതിജീവിച്ച് നിലനിൽക്കുമോ, അതിനെയാണ് യൗവനങ്ങൾ. ഈ ചിന്തയൊക്കെ പുതിയ ചിന്തകളാണ്. എന്നും നൂതനമാണ്, അതൊന്നും പഴയതാവില്ല. നമ്മൾ മറന്നു പോകുന്നത് ഇല്ലാത്ത കാര്യങ്ങളാണ്, എന്നും ഓർക്കുന്നത് എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എവിടെയോ വെച്ച് നമ്മൾ പഴയ ചിന്തയിലേക്ക്, പഴയെന്ന് ഞാൻ പറയില്ല, സത്യമായ ചിന്തയിലേക്ക്, സനാതനമായ ചിന്തയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടി മനസ്സിൽ വെച്ച് വേണം
മുന്നോട്ട് പോകാൻ. പിന്നോട്ട് നോക്കാതെയുള്ള മുന്നോട്ട് പോകില്ല. അതിനെയൊക്കെ ആ ചിന്തകളെ മനുഷ്യനിൽ കൂടുതൽ ദീപ്തമാക്കി കൊണ്ടുവരാനാണ് ആചാര്യ രാജേഷ് ശ്രമിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത്? അതിനർത്ഥമൊന്നുമില്ല. ശത്രുക്കളുണ്ടാവും, എതിർപ്പുകൾ എന്നും ഉണ്ടാവും, ആർക്കും ഉണ്ടായിരുന്നു. അത് പ്രകൃതിയുടെ ഒരു നയമാണ്. അതിനതിജീവിക്കുക എന്നുള്ളതാണ് കരുത്ത്, ആത്മാവിലെ കരുത്ത്. അതാണ് ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രതിരോധിച്ചാലും സത്യമാണെന്ന് തോന്നുന്നൊരു സത്യത്തിന് വേണ്ടി അതിനു മുമ്പിൽ ആത്മധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ കാലം പ്രതികൂലമാകുമ്പോൾ കാലത്തനുസരിച്ച് മാറണ്ട. കാലം പ്രതികൂലങ്ങൾ കാലത്തെ മാറ്റാൻ ശ്രമിക്കണം. ആ പരീക്ഷണങ്ങൾ എന്നും ഉണ്ടാവും. വലിയ വലിയ ആളുകളുടെ ജീവിതത്തിൽ മുഴുവൻ പരീക്ഷണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർ കൂടുതൽ അത് കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. ഇന്നത്തെ വിമർശകർ നാളത്തെ ആരാധകരായിരിക്കും, നാളത്തെ ആരാധകർ വിമർശകരായിരിക്കും. അത് നോക്കേണ്ട കാര്യമില്ല. അവരവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. അതാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു ഭാഗത്ത് നിന്നാലും അതിനെ പ്രതിരോധിക്കാനും അതിനെ നേരിടാനും കഴിയണം. അങ്ങനെയുള്ളവരാണ് ആചാര്യന്മാർ. അങ്ങനെയുള്ളവർ പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ ഓടിപ്പോകുന്നവൻ വെള്ളമിറങ്ങിയാൽ വീടുണ്ടാക്കുമെന്ന് പറയുന്നത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഏത് കാലാവസ്ഥയിലും തൻ്റെ അടുത്തോട് നിന്ന് പ്രവർത്തിക്കുന്നവനാണ്, അവനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. കാൽപ്പാടുകളെ പിന്തുടരുക. ആരുടെ കാൽപ്പാട്? ഓടുന്നവൻ്റെ അല്ല, സമാധാനമായി നടക്കുന്നവൻ്റെ കാൽപ്പാടുകൾ. ഇന്നിവിടെ നടക്കുന്ന ചർച്ചയും ഈ സെമിനാറൊക്കെ നമ്മളേതോ സനാതന ലോകം ഞാൻ പറയുമ്പോൾ പഴയ ലോകം നടത്താൻ, മനുഷ്യൻ്റെ മനസ്സും ആത്മാവും കൂടുതൽ സംഘാത്മകമായി ശാന്തിയോടെ പ്രതികരിക്കാൻ, നിലനിൽക്കാൻ, മരിക്കുന്നത് ജീവിക്കാനും മരണത്തിന് ശേഷം ജീവനെ കാണാൻ, അതിനെല്ലാമുള്ള ഒരു പഠനമാണ്. ആ സെമിനാറിൻ്റെ ഉദ്ഘാടനം എന്നോടാണ് ചെയ്യാൻ പറഞ്ഞത്. ഞാനതിന് കഴിവുള്ള ആളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇന്നും ആചാര്യ രാജേഷിനെ വിളിക്കാറുണ്ട്. അത് സ്നേഹത്തിന് കൊണ്ട് മാത്രമാണ്. മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്നത് സ്നേഹമാണ്. അടുപ്പിക്കുന്നതും പക്ഷെ വിരോധമായിരിക്കും. മനുഷ്യൻ ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യനുണ്ടാവുന്നത്. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ബന്ധമാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ ഈ ലോകം മുഴുവൻ എൻ്റെ മുന്നിൽ വന്നു നിന്ന് നിങ്ങൾക്ക് ഇന്നലെ നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം വരും ഈ ബന്ധം കൊണ്ടെന്ന് പറഞ്ഞാൽ വന്നവൻ മടങ്ങിപ്പോവുക എന്നല്ലാതെ ഈ വീരേന്ദ്രവും മാത്രം ഇരിക്കുന്ന പ്രശ്നമില്ല. അത് എനിക്ക് സത്യമാണ് തോന്നുമ്പോൾ ഞാൻ പോകുമെന്നല്ല, മറ്റുള്ള വാക്കുകൾ എനിക്ക് പ്രശ്നമല്ല. നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് മറ്റുള്ളവരല്ല, നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളെ തന്നെയാണ്. ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് എന്നെയാണ്. ഞാൻ എന്നെ ബോധ്യപ്പെടുത്തണം. അവിടെയാണ് സത്യം. നിങ്ങളുടെ വരാനും നിങ്ങളുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാനും ഒരവസരം ഒത്തിരി സന്തോഷമുണ്ട്. ഒരവസരം തന്നത് അതിനും സന്തോഷം, നന്ദിയുണ്ട്. ഇതിൽ കൂടി കൃതാർത്ഥനാവുന്നതും ഭാഗ്യവാനാവുന്നതും ഞാനാണ്. അതിനവസരം തന്ന നിങ്ങളുടെ ആചാര്യ രാജേഷൻ, അദ്ദേഹത്തിന് കൂടെയുള്ളവർ 1000 നന്ദി. ഈ സമാരംഭം പ്രാർത്ഥനയോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യും. നിങ്ങളുടെ സമ്മതത്തോടെ നന്ദി. Gracias.